ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 7 ആണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ ഗ്രാൻഡ്മയുടെ ആ ഒരു ബിസിനസ് നമ്മുടെ ഹീറോയ്ക്ക് തരാനായിട്ടും ഏൽപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറയാണ്, അല്ല ഞാനങ്ങനെ വിശ്വസിച്ച് നൽകും എന്ന് പറഞ്ഞിട്ട് ആൾ ട്രാക്ക് അങ്ങ് മാറ്റുകയാണ്. എടാ എനിക്ക് ആ ഫുഡ് വേണം, ഈ ഫുഡ് വേണം എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 പേരക്കുട്ടികളാണുള്ളത്, ഒന്ന് നമ്മുടെ നടി, പിന്നെ ഇവനും. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ആ ഒരു ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അടിപൊളിയായിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുകയാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവളുടെ അമ്മ അവിടെ വരുന്നുണ്ട്. അമ്മ വന്നിട്ട് പറയാണ്, മെമ്പർഷിപ്പോ ഇൻഷുറൻസോ, നീ എന്താടാ ഗ്രാൻഡ്മാനെ പറ്റിക്കണോ പറഞ്ഞിട്ട് തലയ്ക്ക് നോക്കി ഒരു അടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നടിയാണെങ്കിൽ ഓടി വന്നിട്ട്, എന്താ ഗ്രാൻഡ്മ, എന്താ ഇവിടെ ഉണ്ടായേ ചോദിക്കുമ്പോൾ ആൾ പറയാണ്, എൻ്റെ പേരക്കുട്ടീനെ അവൾ അടിച്ചു എന്ന് പറയുന്നത്. പേരക്കുട്ടിയാണ്, അതെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നടനാണ് വരുന്നത്. നടൻ വന്നിട്ട് അതെ ഞാൻ തന്നെ പേരക്കുട്ടി എന്നുള്ള രീതിയിലാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്, ബോസ് നിങ്ങളാ? അപ്പോൾ അമ്മ പറയാണ്, നിങ്ങൾക്ക് 2 പേർക്ക് അറിയോ, ഇതെൻ്റെ ബോസാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഷോക്കാണ്. അപ്പോൾ ആരെയോ അടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അടിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഐസ് പാക്കൊക്കെ നമ്മുടെ നടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നടനാണ് ഈ ഐസ് പാക്കൊക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം സോറി എന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മയ്ക്ക് ഇവളോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മേനെ അവിടുന്ന് കൊണ്ടുപോയിട്ട് ഈ കല്യാണത്തിന് നിനക്ക് ഓക്കെ ആണോ എന്ന് ഗ്രാൻഡ്മ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത് സെറ്റാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ്മ എന്ന് പറയുക. അപ്പോൾ ഗ്രാൻഡ്മ പറയുന്നുണ്ട്, അതെ ഇവിടെ നോക്ക്, ഫ്യൂച്ചറിൽ ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും വിഷമിക്കേണ്ടി വരും. ഒന്ന്, നമ്മൾ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് തലയിലടിച്ച് കരയണം, അല്ലെങ്കിൽ ചില സമയത്ത് അല്ല എന്തുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചില്ലെന്ന് വിചാരിച്ചും കരയേണ്ടി വരും. അതുകൊണ്ട് 2 കാര്യത്തിന് നമ്മൾ കൂടുതലായിട്ട് വിഷമിക്കണം. അതിൽ ഏത് കാര്യത്തിനാണ് നീ വിഷമിക്കേണ്ടതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കാനും പറയുകയാണ്. അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് ആൾ പറയുന്നുണ്ട്, ഞാനതൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുക. നമ്മുടെ നടിയാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവളുടെ ഡാഡ് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കുക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അമ്മ പറയുക, അല്ല നിങ്ങളെന്താ മീൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, ഇവിടെ വന്നേ ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്തുതരാം എന്ന് പറയുക. അവിടെ വെച്ചിട്ട് ഇവൾക്ക് ഗ്രാൻഡ്മ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ അത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇത് നല്ല കോസ്റ്റ് ആണെന്ന് തോന്നുന്നത്, ഇത് നമുക്ക് വിറ്റിട്ട് കല്യാണ ചെലവിലുള്ള പണം അങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. അവൾ പറയുന്നുണ്ട്, ഇത് ഗ്രാൻഡ്മയ്ക്ക് പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ട് വന്നതാണ്, അത് എനിക്ക് തന്നു, അത് വിറ്റ് നശിപ്പിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ലെന്ന് പറയുകയാണ്. ഇവിടെ ഗ്രാൻഡ്മോട് നമ്മുടെ നടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, നിനക്ക് എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നോക്ക്, നീ ആ പെൺകുട്ടീനെ നല്ലപോലെ നോക്കുവാണെങ്കിൽ നിനക്ക് എന്തായാലും നീ ആഗ്രഹിച്ച സാധനം കിട്ടും എന്ന് പറയുക. അപ്പോൾ ആൾ പറയുന്നുണ്ട്, അല്ല ഗ്രാൻഡ്മ, ഞാൻ നിങ്ങളുടെ ഗ്രാൻഡ് സൺ അല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ നടിയാണെങ്കിൽ ഇവിടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഓഫീസിൽ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവൾ ആപ്പിൽ റൂം ബുക്ക് ചെയ്തു, പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ റൂമൊക്കെ പോയിരിക്കുകയാണ്, അവൾക്ക് ആ ഒരു റൂം കിട്ടിയിട്ടില്ല. അപ്പം അതിനുള്ള ദേഷ്യമാണ് കിടന്ന് കാണിക്കുന്നത്. ആൾ FBയിൽ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അവൾ വന്നിട്ട് പറയുകയാണ്, മാഡം അത് ആപ്പിലുള്ള എന്തോ പ്രശ്നമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം ഒരു റൂം എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, എന്നാൽ സെറ്റാക്ക് എന്ന് പറയുക. നമ്മുടെ നടനാണെങ്കിൽ ഇതൊക്കെ ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. നമ്മുടെ നടനോട് വന്നിട്ട് പറയുക, അതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു റൂം എനിക്ക് വേണ്ടി തരുമോ, ആകെ ഒരു ദിവസത്തേക്ക്, ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്ലീസ്, ഇത് അർജൻറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ നടൻ പറയുന്നുണ്ട്, ഓക്കെ സെറ്റാക്കാം പൊക്കോ എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ ആ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നടിയാണെങ്കിൽ ആ പെൺകുട്ടിയോട്, ഇവിടെ നോക്ക് നല്ലൊരു റൂം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ബുക്ക് ചെയ്തതിനേക്കാളും അടിപൊളി റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ നടനാണെങ്കിൽ അവളെ നോക്കി പോവുകയാണ്. നമ്മുടെ നടിയാണെങ്കിൽ അവനെയും നോക്കുന്നുണ്ട്. ഏകദേശം ഒരു ഐ കണക്ഷൻ എന്നൊക്കെ പറയാറ്. നമ്മുടെ മാനേജറിനോട് നമ്മുടെ നടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആപ്പിൽ എന്താ പ്രശ്നമുണ്ട്, അത് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആൾ പറയാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ജോലിയല്ല. അപ്പോൾ നമ്മുടെ ഹീറോ വരികയാണ്. ഹീറോ വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു കമ്പനിയുടെ ഒരു ഡെവലപ്പിന് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഒരാൾക്ക് ഇന്ന ജോബ് ഇന്നയാൾക്ക് വേറെ ജോബ് എന്നൊന്നല്ല എന്ന് പറയാം. നമ്മുടെ നടിയാണെങ്കിൽ ഒരു താങ്ക്സിന് വേണ്ടി ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ഒരു കോഫി കുടിക്കുന്നില്ല. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ഇവിടുത്തെ റെഗുലർ കസ്റ്റമറാണ്, ഇവിടുത്തെ കോഫി അടിപൊളിയാണ് പറയുമ്പോൾ നമ്മുടെ നടൻ അത് കുടിക്കുന്നുണ്ട്. നമ്മുടെ നടി വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഗ്രാൻഡ്മാനെ നിങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ, അബ്രോഡിക്ക് പോയതിനു ശേഷം നിങ്ങൾ കാണാൻ വന്നിട്ടില്ല, അതെന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്,
ഇത് ഞങ്ങളുടെ ഗ്രാൻഡ് പാ ഡിവോഴ്സ് ആയതിനു ശേഷം ഗ്രാൻഡ് ഉള്ള കാര്യം പോലും ഞങ്ങൾ അറിയിക്കാതെയാണ് വളർത്തിയത്, അതുകൊണ്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലെന്ന് പറയാം. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഓ അപ്പോൾ നിനക്കെങ്ങനെ കണക്ഷൻ എന്ന് അവൻ ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, എന്നെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തതൊക്കെ ഈ ഒരു ഗ്രാൻഡ്മയാണ്. അപ്പോൾ ആൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളാനെ. അതുമാത്രമല്ല എനിക്ക് വല്ല വയ്യായി വരുമ്പോൾ ആളാണ് ഹോസ്പിറ്റൽ ചിലവൊക്കെ നോക്കാറ്. എൻ്റെ ഗ്രാൻഡ് അടിപൊളിയാണ് എന്നൊക്കെ പറയാം. ഇവിടെ അമ്മയാണെങ്കിൽ ഇത് നോക്ക്, എണീക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനെ എണീപ്പിക്കുന്നുണ്ട്. എണീപ്പിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ മോളുടെ കല്യാണം നടക്കണമെങ്കിൽ ആളോട്, അതായത് നമ്മുടെ ജോലാനോട് അച്ഛനോട് സംസാരിക്കണം എന്ന് പറയുകയാണ്. അവിടുന്ന് എണീപ്പിച്ചിട്ട് അച്ഛനെ സംസാരിക്കാൻ വിടുന്നുണ്ട്. അവിടെ ആണെങ്കിൽ മാനേജറോട് മീറ്റിംഗാണ്, വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനേജർ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ മായയുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നുണ്ട്, ഹലോ, നിങ്ങളുടെ മോൻ്റെ ഫിയാൻസി അവൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ യാവോയുടെ ഡ്രൈവറാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാർ ഓടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവാണ്. യാവോൻ്റെ ഫാമിലിയാണെന്ന് ഇവർ ഭയങ്കര പ്രൗഡായിട്ട് പറയുമ്പം നമ്മുടെ ഈ അച്ഛന് എന്തോ മനസ്സിൽ കുറച്ച് കണക്കുകൂട്ടലൊക്കെയാണ് പറയുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഡെവലപ്പിന് വേണ്ടി യാവോൻ്റെ ഒരു ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ പെൺകുട്ടീനെ സെറ്റാക്കണമെന്ന് പറയുക. ഇവിടെയാണെങ്കിൽ അവളുടെ അമ്മ മാർക്കറ്റിൽ ഇങ്ങനെ പച്ചക്കറി വാങ്ങാനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ജ്വാലാൻ്റെ അമ്മയും കൂടി വന്നിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല, എനിക്ക് വേണ്ടി ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. ഇവിടെ തൊട്ടും തൊടാത്ത പോലെയാണ് ഇവളുടെ അമ്മ സംസാരിക്കുന്നത്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, നോക്ക്, എൻ്റെ വലിയ വീട്, അവിടെയാണെങ്കിൽ ജ്വാലാൻ ഒറ്റയ്ക്കാണ്. എനിക്കത് കാണുമ്പോൾ പാവം തോന്നുക. പക്ഷേ ഇത് ചെറിയ വീടാണെങ്കിലും നല്ലൊരു വീടാണ്. പക്ഷെ നമ്മുടെ നടി ഇത് നല്ലപോലെ വളരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ അമ്മയ്ക്ക് വല്ലാത്ത നമ്മളെ പുകഴ്ത്തുകയാണല്ലോ എന്നുള്ള രീതിയിൽ ആളോട് ഭയങ്കരമായിട്ട് സംസാരമാണ്. ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, യാവോൻ്റെ ഒരു സംഗതി ഞങ്ങൾക്ക് വേണം, അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഞങ്ങളുടെ കമ്പനി നന്നായാലല്ലേ നിങ്ങളുടെ മോള് നന്നാവത്തുള്ളൂ, നിങ്ങൾക്ക് നന്നായിരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ ബാഗിൽ എന്തോ ഉണ്ട്. ആ ബാഗിലത്തെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി തിരിയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ അതിനുള്ളിൽ എന്ന് ചോദിക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന് എൻ്റെ